ഇതാണ് നമ്മുടെ പുതിയ ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ കയറിയിട്ട് റിപ്പോർട്ട്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ C2C റിപ്പോർട്ട്സ് എടുക്കുക. അതിൽ C2C ചാനൽ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ നമ്മൾ അഡ്വാൻസ് ഓപ്ഷൻ എടുക്കണം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രം ടൈമും ടു ടൈമും കൊടുക്കണം. ഇവിടെ നമ്മൾ റെയിൽവേ ടൈം കൊടുക്കേണ്ടത്. അപ്പം 00 കാണിക്കുന്ന ഫോർമാറ്റിൽ തന്നെ കൊടുത്താൽ മതി. 00 കൊടുക്കുക, 23.0 കൊടുക്കുക, ട്രാൻസ്ഫർ സബ് ടൈപ്പ് ഓൾ കൊടുക്കുക, ഡേറ്റ് റേഞ്ച് നമുക്ക് എപ്പോൾ തൊട്ട് എപ്പോൾ വരെയാണോ ഉള്ളതെന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഡൊമൈനും സോണുമാണ്. സോൺ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരെണ്ണം വരും, അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഡൊമൈൻ എന്നുള്ളത് പ്രീപെയ്ഡ് കൊടുക്കുക. പിന്നെ സെലക്ട് കാറ്റഗറി, അതും ഓൾ കൊടുക്കാം. ഓൾ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ സോർട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ ഉള്ളത് ട്രാൻസ്ഫർ യൂസർ കാറ്റഗറി ഓൾ കൊടുക്കുക. സെർച്ച് യൂസറിനോട് ഓളെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഓളെന്ന് അവിടെ താഴെ വരും, അത് ക്ലിക്ക് ചെയ്യണം. അതുപോലെ ട്രാൻസ്ഫർ യൂസറും അതുപോലെ തന്നെ ഓളെന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ ഓളെന്ന് വരും, അതെടുക്കുക. ഡൗൺലോഡ് റിപ്പോർട്ട്സ് എടുക്കുക. അതിൻ്റെ അകത്ത് XLX തന്നെ കൊടുത്താൽ മതി. അപ്പോൾ റിപ്പോർട്ട് ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ C2C റിപ്പോർട്ട്സ് പുതിയതായിട്ട് വന്ന അപ്ഡേറ്റിൽ എടുക്കുന്നത്. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടുന്നതായിരിക്കും.